നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയണം, ബാങ്കിൽ നിന്ന് ലോണൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനാണ് ഫസൽ റഹ്മാൻ ഒരു സ്ഥാപനം നടത്തുന്നത്. ഫസലിന്റെ പരിപാടി എന്ന് പറയുന്നത് അവരുടെ കമ്പനി വക EMI തരും. ബാക്കി വരുന്ന പകുതി എമൗണ്ട് 50 മാസത്തെ EMI ആയിട്ട്, അതിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ 50 മാസം ഘട്ടങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ. അടുത്തുള്ളൊരു വീട് കണ്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് എത്രയാണ് ഇൻകം വരുന്നത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. മേൽനോട്ടം വഹിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് കൂടുതലും ഇതുപോലെ മൊത്തത്തിലുള്ള വർക്ക് ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത്. ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല, ചിലർ അതിനകത്ത് പല വെട്ടിപ്പും തട്ടിപ്പും പരിപാടികളൊക്കെ കോംപ്രമൈസ് ഒക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ റിസൾട്ട് വീടിൽ താമസിച്ച് 2-3 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ വന്നു തുടങ്ങും. ശരിക്കും ഹൗ ടു ചൂസ് എ റൈറ്റ് പേഴ്സൺ ഫോർ ബിൽഡിംഗ് യുവർ ഹോം. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിലോട്ട് ഫണ്ട് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഫൗണ്ടേഷൻ, ആ സോയിൽ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പലരും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് സോയിൽ ടെസ്റ്റ്. ലേബേഴ്സിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഈ എറണാകുളത്ത് ലേബേഴ്സിന്റെ റേറ്റ് ആവില്ല മലപ്പുറം, കോഴിക്കോട് ആ ഏരിയയിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ. അന്യ സംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ച് ബംഗാളികൾ എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാർ, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിർമ്മാണ മേഖലയടക്കം പല മേഖലകളും സ്തംഭിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ആ ഒരു സംഭവം നമ്മൾ കണ്ടത്. നമസ്കാരം, ഷാഡ് വിത്ത് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഒരു സ്വപ്ന ഭവനം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. പിന്നെ ഒരു കല്യാണം, 1-2 കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്, 1-2 വീട് വെക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വീടെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ അത്തരത്തിൽ വീട് വെക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാനും എൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ഒരു ഗസ്റ്റും കൂടെ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത് ഫസൽ റഹ്മാൻ. വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഹായ്. അദ്ദേഹം ഒരു ബിൽഡർ ആണെന്ന് പറയാം. അദ്ദേഹത്തിന് സ്വന്തമായൊരു സ്ഥാപനമുണ്ട്, ബൈ തോംസർ ബിൽഡേഴ്സ്. ബിൽഡേഴ്സ്, അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏതാനും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്യത്യസ്തമായ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്യത്യസ്തമായ ഐഡിയകളും കുറച്ച് പദ്ധതികളും പിന്നെ നമുക്ക് വീട് വെക്കുന്നവർക്ക് വേണ്ട കുറച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. സുഖല്ലേ? സുഖം, തീർച്ചയായും. എന്താ വിശേഷം? സുഖമായിട്ട് പോകുന്നു. എവിടെ ശരിക്കും വീട്? തിരൂരാണ് വരുന്നത്. തിരൂര്, മലപ്പുറം ജില്ല. മലപ്പുറംകാരനാണ്? അതെ. ഇപ്പം എറണാകുളത്താണ് താമസിക്കുന്നത്? എറണാകുളത്താണ് കുറച്ച് കാലമായിട്ട്. ശരി. എത്ര വർഷമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ? ശേഷം 8 വർഷത്തോളമായി. 8 വർഷത്തോളമായി. സോ ഇപ്പോൾ ഫസൽ ഒരു ആർക്കിടെക്റ്റ് ആണോ, ഫസൽ ഒരു ബിൽഡർ ആണോ, കോൺട്രാക്ടർ ആണോ, എന്താണ് ഫസൽ? പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നീട് കൺസ്ട്രക്ഷൻ മേഖലയിലോട്ട് വന്നത്. ഓക്കെ. എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്റ്റാർട്ട് ചെയ്തത്? എന്തായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം മറ്റു കമ്പനികൾ വർക്ക് ചെയ്യായിരുന്നു, സൂപ്പർവൈസറായിട്ടും പ്രൊജക്ട് മാനേജർ അങ്ങനെ വർക്ക് ചെയ്ത് പിന്നീട് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലൂടെയാണ് ഇപ്പോൾ ഏകദേശം 3 വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എറണാകുളത്ത്, അതുപോലെ കോട്ടക്കൽ, പെരിന്തൽമണ്ണ, തിരൂര് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത്. ഓക്കെ. അപ്പം ഒരു ഓൺട്രപ്രണർ ആണ്. അപ്പോൾ എത്ര പേർക്ക് ഡയറക്റ്റ്ലി ജോലി കൊടുക്കുന്നുണ്ട്? കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് പല ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുക്കും. ഡയറക്റ്റ് ആയിട്ട് എത്ര ആളുകൾ? ഡയറക്റ്റ്ലി ഇപ്പോൾ നമുക്ക് 70ഓളം സ്റ്റാഫ് നമുക്ക് ഈ 5 ഓഫീസുകളായിട്ട് സൈറ്റിലും ആയിട്ട് ഡയറക്റ്റ് ഇതുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം 1000-600ഓളം റണ്ണിങ് സൈറ്റിൽ പണിക്കാരെ കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ വീടിൻ്റെ പണി തീർക്കാനായിട്ട് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് റിനോവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ റിനോവേഷൻ ആയിരുന്നു അത്. ഞാനിതിൻ്റെ പണി തീർക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് വന്നത് ഭയങ്കരധികം കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്വാധീനിച്ചൊരു സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ പറയുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവരില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷൻ മേഖല നിശ്ചലമാകുമെന്ന് പറയാം, അല്ലേ? ശരിയല്ലേ? അങ്ങനെ തന്നെ. 3 മാസത്തിന്റെ മുകളിലായി ഏകദേശം മൊത്തത്തിൽ. പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ പോയ ബംഗ്ലാദേശി ആൾക്കാരുണ്ട്, അവർ പിന്നെ തിരിച്ചു വരത്തില്ല. വന്നതിന് തന്നെ റേറ്റ് കൂട്ടിയിട്ടാണ് അവർ ലേബേഴ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ. 1500 രൂപ വരെ ഹെൽപ്പറിന് കൊടുത്തിട്ടുണ്ടെന്ന് എവിടെ? കാര്യമായിട്ട് 1500 രൂപ വരെ ഹെൽപ്പറിന് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇതാണ് ഉണ്ടായത്. ഇലക്ഷൻ ഇങ്ങനെ വരുന്ന നമ്മൾ ഒരിക്കലും മുൻകൂട്ടി പ്രതീക്ഷിച്ചില്ല. കാരണം മെറ്റീരിയൽസിനൊക്കെ റേറ്റ് കൂടാറുണ്ട്, ഇതുപോലെ ലേബേഴ്സ് ഒറ്റയടിക്ക് പോകുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഉള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ്. അപ്പോൾ അവർ പറയുന്ന റേറ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അങ്ങനെ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ പൈസ ആരെങ്കിലും കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു കീഴ്വഴക്കമായി മാറുകയും മൊത്തത്തിലുള്ള നിർമ്മാണ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യും, അല്ലേ? ശരിക്കും നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭാവം ശരിക്കും ഇല്ലേ? തീർച്ചയായും. പൊതുവെ നമ്മൾ കൺസ്ട്രക്ഷൻ ഇപ്പം കുറച്ച് കാലമായിട്ട് മാറിയിട്ടുണ്ട്.
ആദ്യം ഇതിന് മുമ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സ്വന്തമായിട്ട് വർക്ക് എടുക്കാറാണ്. ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ നാട്ടിലത്തെ മേസ്തിരിക്ക് വർക്ക് കൊടുക്കുക ഓരോ സ്റ്റേജുകളായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ ആണ്, അങ്ങനെ ഓരോ സ്റ്റേജുകളായിട്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് എല്ലാവരും നല്ല എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ മാത്രമായിട്ടാണ് കൊടുത്തു വരുന്നുണ്ട്. അങ്ങനെ ഇതിലോട്ട് മാറി വരുന്നുണ്ട്. മലബാർ ഏരിയകളാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു മാറ്റം ഇപ്പോൾ ഈ അടുത്ത കാലമാണ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോഴും ആളുകളുടെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ അതിൻ്റെ പുറകിൽ നമ്മളുടെ ഒരു പ്രോപ്പർ ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായും ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലതായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. ഞാനടക്കം നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ മേൽനോട്ടം വഹിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് കൂടുതലും ഇതുപോലെ മൊത്തത്തിലുള്ള വർക്ക് ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്നത്. ഏൽപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഈ വ്യക്തികൾ ഈ വർക്ക് എടുക്കുന്ന വ്യക്തികൾ അവർ നൽകുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്ന ഒരു പതിവാണ് ശരിക്കും ചെയ്യേണ്ടത്. ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല. ചിലർ അതിനകത്ത് പല വെട്ടിപ്പും തട്ടിപ്പും പരിപാടികളൊക്കെ കോംപ്രമൈസൊക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ റിസൾട്ട് വീടി താമസിച്ച് 2-3 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ വന്നു തുടങ്ങും. ശരിക്കും ഹൗ ടു ചൂസ് എ റൈറ്റ് പേഴ്സൺ ഫോർ ബിൽഡിങ് യുവർ ഹോം? ഒരു പ്രീവിയസ് വർക്ക് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അവർ കമ്പനി ഏത് ഒരു കമ്പനിക്കാണോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറാണോ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അവർ മുന്നിൽ ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങൾ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ച് മാത്രം വർക്ക് കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾക്കാണെങ്കിലും അതല്ലെങ്കിൽ ഏത് കോൺട്രാക്ടറിനും, അതല്ലെങ്കിൽ ഏത് ബിൽഡേഴ്സിനാണെങ്കിലും ആർക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിലും അവരെക്കുറിച്ചും കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങൾ പോയി നോക്കുക. അവർ എങ്ങനെയൊക്കെ അതിൻ്റെ ആഫ്റ്റർ സർവീസും ഇതിൽ നല്ലൊരു പ്രാധാന്യമാണ്. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഈ ആഫ്റ്റർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ആഫ്റ്റർ സർവീസ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ കഴിയില്ല. എന്നാലും അത് കുറേയൊക്കെ കസ്റ്റമർ ചെയ്യേണ്ടത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങൾ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വരും. അതിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാവുന്നത് ലീക്കേജസ്, ക്രാക്ക് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് 10 വർഷത്തെ സ്ട്രക്ചറൽ വാറൻറ്റിയാണ് എല്ലാ വർക്കുകൾക്കും നമ്മൾ ചെയ്യുന്നത്. അത് ഏത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്ക് അതാണ് കൊടുക്കുന്നത്. അതിൽ വരുന്ന ക്രാക്ക്, ലീക്ക് കാര്യങ്ങൾ, അങ്ങനത്തെ മെയിൻ്റെനൻസ് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ വരച്ച പ്ലാൻ പ്രകാരമാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട്, ഞാൻ ജനിച്ചിട്ട് 3 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആ വീട് വെക്കുന്നത്. യെസ്, ആ പ്ലാനൊക്കെ ഇപ്പോഴും കാണാം. അച്ഛനാണ് പ്ലാൻ വരയ്ക്കുന്നത്, എലിവേഷൻ വരയ്ക്കുന്നത്. അച്ഛൻ വരച്ച ഡിസൈനിൽ നാട്ടിലെ ഒരു കോൺട്രാക്ടറെ വിളിച്ച് പണി ഏൽപ്പിക്കും. അവർ ലേബേഴ്സിനെ വെച്ച് ചെയ്യും. ചിലപ്പോൾ ലേബർ മാത്രമായിട്ട് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ലേബറായിട്ട് എടുക്കാൻ പോലും ആൾക്കാരെ കിട്ടില്ല. കാരണം എല്ലാവരും ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. എന്ത് വർക്കാണെങ്കിലും ഇപ്പോൾ മെയിൻ്റെനൻസ് ഉൾപ്പെടാണെങ്കിൽ അങ്ങനെ എന്ത് പരിപാടിയാണല്ലോ. ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ് വരുന്ന ആൾക്കാർ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ അവർ ചെയ്യുള്ളൂ. അത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു 5 പണിക്കാരുണ്ടെങ്കിൽ 5 പണിക്കാരുടെ ലേബറോ അല്ലെ അങ്ങനെയൊന്നും പറയില്ല. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. ഡീപ്പ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടിയും സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. എല്ലാ സംഭവങ്ങളും പെയിന്റിങ് പറയുമ്പോഴും അവർ അങ്ങനെയാണ്, ടൈൽ ഒട്ടിക്കുന്നവർ അങ്ങനെയാണ്. എല്ലാവർക്കും ഈവൻ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾ പോലും അവർ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏരിയ അടിസ്ഥാനത്തിലൊക്കെ അല്ലേ കൂടുതൽ ചെയ്യുന്നത്. ശരിക്കും ഇപ്പം യൂഷ്വലി ഈ ഒരു മാർക്കറ്റിലെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റുകളുടെ ആ ഒരു ഇപ്പം സ്ക്വയർ ഫീറ്റിന് ഏകദേശം എത്ര രൂപ വരെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്? ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം 1900 മുതൽ 2600 വരെ ആ ഒരു റേറ്റിലാണ്. അത് ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. കാരണം എല്ലാ ഏരിയയിലും നമുക്ക് ഒരേ പ്രൈസിന് മെറ്റീരിയൽസും കിട്ടില്ല. അതുപോലെ ലേബേഴ്സിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഈ എറണാകുളത്ത് ലേബേഴ്സിൻ്റെ റേറ്റ് ആവില്ല മലപ്പുറം, കോഴിക്കോട് ആ ഏരിയയിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് നമുക്ക് റേറ്റിൽ മാറ്റം വരും. അതുപോലെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരും. പിന്നെ ഒരു എലിവേഷൻ കാര്യങ്ങൾ ഫൈനലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ എലിവേഷനും പ്ലാന് കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ നമുക്ക് ജസ്റ്റ് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ തന്നെ ഫൈനൽ റേറ്റ് പറയാൻ കഴിയുള്ളൂ. കാരണം എല്ലാ വർക്കും ഒരേപോലെ ആവില്ല. എലിവേഷനിൽ തന്നെ അത്യാവശ്യം നല്ല വർക്കുകൾ വരുന്ന വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് നമുക്കൊരു ബേസാണ്. അതിലുപരി നമുക്കതിൻ്റെ പ്ലാൻ, എലിവേഷൻ കണ്ടാൽ തന്നെ മാത്രമേ ഫൈനൽ ആയിട്ടുള്ള ഒരു റേറ്റ് പറയാൻ കഴിയൂ. അപ്പോൾ ഈ പ്ലാനൊക്കെ നിങ്ങൾ തന്നെ വരയ്ക്കുമോ അതോ വേറെ ആൾക്കാർ വരച്ചു കൊണ്ടുവരും? എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ വർക്ക് മാത്രമാണോ ചെയ്യുന്നത്? നമുക്ക് ഇവിടുന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞങ്ങളെ കമ്പനിയിലാണ് ചെയ്യുക. അതല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി വേറെ ടീമിനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചും ചെയ്യാം. അത് കസ്റ്റമർ നിങ്ങൾ മെയിനായിട്ട് വർക്ക്
വർക്കിലാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വർക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആണല്ലേ? വർക്കിൻ്റെ ആണ്. ഈ 1,900 എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ശരിക്കും അത് ഭയങ്കര കുറവല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്? പത്ത് റേറ്റിൽ ബേസ് ആണ് അത് വരുന്നത്. ബേസ് ആണ്. ബേസ് ആണ് വരുന്നത്. ബേസ് എന്ന് പറയുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് അതിന്റെ പരിപാടികൾ? അതിൽ മെയിൻലി നമ്മൾ ഒരു പാക്കേജിൽ ഇൻറ്റീരിയർ ഉണ്ടാവില്ല. അതിപ്പോൾ പ്രീമിയം ആണെങ്കിൽ പോലും അതിൽ ഇൻറ്റീരിയർ ഉണ്ടാവും. ഇൻറ്റീരിയർ ഇല്ലാത്ത സിവിൽ വർക്കാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഫൗണ്ടേഷൻ മുതൽ പെയിൻറ്റിങ് വരെയുള്ള വർക്കുകൾ, അതിൽ പെയിൻറ്റിങ് കാര്യങ്ങൾ, ബേസിൽ പുട്ടി കാര്യങ്ങളൊന്നും ആവില്ല, നോർമൽ പെയിൻറ്റ് കാര്യങ്ങൾ. പക്ഷേ സ്ട്രക്ചർ എല്ലാത്തിലും ഒരേ ക്വാളിറ്റി ആയിരിക്കും. അതിൽ നമുക്ക് ഏത് പാക്കേജ് ആണെങ്കിലും, ഇപ്പോൾ ബേസ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും എല്ലാം സ്ട്രക്ചർ ഒരേപോലെ തന്നെ, അതിലൊരു മാറ്റം വരുന്നില്ല. എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്ത്, ഇപ്പോൾ മലബാർ ഏരിയകളാണ് അങ്ങോട്ടാണെങ്കിൽ മലപ്പുറം അവിടേക്കാണെങ്കിൽ ലാറ്ററൈറ്റ് സ്റ്റോൺ, ഇവിടെയാണ് സിമെൻറ്റ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. അവിടുന്ന് മറ്റേ സ്റ്റോൺ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര കോസ്റ്റ് വരും അല്ലേ? അതെ അതെ, കോസ്റ്റിൽ മാറ്റം വരുന്നുണ്ട്. അവിടെ ആ സ്റ്റോൺ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടും. അതെ അതെ അതെ. ഇപ്പോൾ അവിടെയും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴും കണ്ണൂർ ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ആ ഏരിയ മലപ്പുറത്തോട്ടൊക്കെ കല്ല് വരുന്നത്. പക്ഷേ രസമാട്ടോ അത് വെച്ച് ചെയ്യുന്ന ചെങ്കല്ലല്ലേ? ചെങ്കൽ. ചെങ്കല്ല് വെച്ച് ചെയ്യുന്ന വീടുകൾ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ചെങ്കലിന്റെ ടൈല് കിട്ടുമല്ലോ, അത് വാങ്ങിച്ച ആൾക്കാർ ഒട്ടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഡിസൈൻ. എക്സ്റ്റീരിയർ ചെയ്യാം. അതെ അതെ അതെ. ഞാനിവിടെ കുറച്ച് ടൈലുകൾ താഴെ വിരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെങ്കല്ലൊന്നും അല്ല, മറ്റേ ക്ലേ ടൈലുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു 1,900 മുതൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പല പല പാക്കേജുകളാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് സെലക്ട് ചെയ്ത് വേണം ഏത് പാക്കേജാണ്. ആ പാക്കേജ് സെലക്ട് ചെയ്തിട്ട് കസ്റ്റമറിന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം. കാരണം എല്ലാ കസ്റ്റമറിനും ഒരേ ഇതാവില്ല വേണ്ടി വരിക. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 3 പാക്കേജുകൾ എന്നുള്ളൂ. അതൊരു ബേസ്, സ്റ്റാൻഡേർഡ്, ഒരു പ്രീമിയം. അതിൽ ഏത് പാക്കേജ് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താം. ചില ടൈല് കാര്യങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. അങ്ങനെ ഏത് മെറ്റീരിയൽസ് ആണെങ്കിലും മാറ്റം വരുത്തിയിട്ട് കസ്റ്റമർ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഫൗണ്ടേഷൻ മുതൽ പെയിൻറ്റിങ് വരെയുള്ള ഇൻറ്റീരിയർ ഒഴികെ ബാക്കി എല്ലാ വർക്കും. ഇന്റീരിയർ വർക്കൊന്നുമില്ല? ഇല്ലില്ല. അപ്പോൾ പ്ലാൻ വരച്ച് അപ്രൂവൽ എടുത്ത് കൊടുക്കേണ്ടത് ചെയ്യണേ അത് ചെയ്യും. എല്ലാം കസ്റ്റമർ ആണോ? അല്ലല്ല, അത് കമ്പനി ചെയ്യും. അതിന് അഡീഷണൽ കോസ്റ്റ് വരും. പക്ഷേ കമ്പനി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പിന്നെ ബ്രാൻഡ്, അതൊക്കെ എല്ലാം മെൻഷൻ ചെയ്യും. നമ്മൾ ആ പാക്കേജ് നമ്മളെ വെബ്സൈറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാ പാക്കേജുകളും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ബ്രാൻഡാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ റേഞ്ചിലുള്ള ബ്രാൻഡുകളാണ്? ഒന്നല്ലെങ്കിൽ ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ റേറ്റിൽ ഇൻ കേസ് അഡീഷണൽ വരികയാണെങ്കിൽ ആ ടൈമിൽ കസ്റ്റമർ പേ ചെയ്യണം. അങ്ങനെയാണല്ലേ? ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ നോക്കുമായിരുന്നു ഇവരുടെ ഇതിൽ നോക്കുമ്പോഴത്തേക്കിനും ബഡ്ജറ്റ് ഹോംസ്, സ്റ്റാൻഡേർഡ് ഹോംസ്, പ്രീമിയം ഹോംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ. ഇപ്പം ബഡ്ജറ്റ് ഹോംസ് ആണെങ്കിൽ മെയിൻ ഡോർ വുഡ്, തേക്ക്, ആംഗിലി, പ്ലാവ്, അപ് ടു അതിന് ഓരോ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് വെച്ചിട്ടാണ്. കാരണം എല്ലാ കസ്റ്റമറും ചിലപ്പോൾ ഡിസൈൻ അനുസരിച്ചിട്ടോ എല്ലാത്തിനും മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒന്നല്ലെങ്കിൽ ബ്രാൻഡ് മെൻഷൻ ചെയ്യാവുന്നതിൽ നമ്മൾ ബ്രാൻഡ് മെൻഷൻ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ റേറ്റാണ് കൂടുതലും മെൻഷൻ ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ പിന്നെ യാതൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊട്ടും പോകില്ല. അത് നമുക്കൊരു റേറ്റ് അവിടെ ഫിക്സ്ഡ് ആണല്ലോ. ശരി. ഈ സ്വന്തമായിട്ട് വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ പൊതുവേ സാമ്പത്തികം, എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞൊരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ച് വരുമ്പോഴത്തേക്കിനും എങ്ങനെ പോയാലും ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 45-50 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ വരില്ലേ? നമുക്കൊരു ചെയ്യാൻ പറ്റും. 20 ലാക്ക് ഇന്റീരിയർ ഇല്ലാതെ 90 ലാക്ക് മുതൽ നമുക്ക് ചെയ്യാം. 20 ലാക്സ് മുതലൊക്കെ ചെയ്യാം. അത്യാവശ്യം ബാക്കിയുള്ള പരിപാടികളെല്ലാം കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും പിന്നെ ആ റേറ്റ് വരും. ഇവർ പറയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനാണ് അഡീഷണൽ കാസ്റ്റ്. അതെ, നമ്മൾ പാക്കേജുകൾ ഓരോ മെറ്റീരിയൽസ് ഓരോന്ന് പറയുന്നുണ്ട്. ഫൗണ്ടേഷൻ ആണെങ്കിൽ കരിങ്കല്ലാണ് നമ്മൾ പറയുന്നത്. അതെല്ലാം കോളം ഫൂട്ടിങ് കാര്യങ്ങൾ ചില സോയിലിനനുസരിച്ച് ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം എല്ലാ സോയിലിലും ഒരേ ഫൗണ്ടേഷൻ പറ്റില്ല. ആ സോയിലിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരും. അപ്പോൾ അവിടെ കോളം ഫൂട്ടിങ്, ചിലപ്പോൾ പൈലിങ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ ഫൗണ്ടേഷൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം. പിന്നീട് വരുന്നത് ബ്രിക്ക് വർക്കാണ്. ബ്രിക്കിൽ നോർമലി ലാറ്ററൈറ്റ് സ്റ്റോൺ അല്ലെങ്കിൽ സിമെൻറ്റ് ബ്രിക്കാണ്. അത് നോർമലി എല്ലാവരും തന്നെ യൂസ് ചെയ്യാറ്. റെഡ് ബ്രിക്ക് ആണെങ്കിൽ റേറ്റ് മാറ്റം വരും. പിന്നീട് നോർമലി ശരിക്കും എന്ത് ബ്രിക്ക് ഉപയോഗിച്ചാണ് പ്രിഫർ ചെയ്യുന്നത്? അങ്ങനെ ഇപ്പോൾ പല ആൾക്കാരും പല ബ്രിക്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഹോളോ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ഹോളോ ബ്രിക്സ് അല്ല ഇപ്പം അതോ ഉണ്ടോ? ഇല്ല, സിമെന്റ് ബ്ലോക്ക്, സിമെന്റ് ബ്രിക്ക്, പിന്നെ ഇഷ്ടിക, പിന്നെ ബ്രിക്ക് ഇപ്പൊ ഈ അടുത്ത കാലങ്ങളായിട്ട് കൂടുതൽ ചെങ്കല്ല്, പിന്നെ പോറോത്തോൺ ബ്രിക്ക് വരുന്നുണ്ട്, ബ്ലോക്കുകളുണ്ട് വരുന്നുണ്ട്. അങ്ങനെ പല ഞങ്ങളുടെ ഫ്ലാറ്റ് ഒക്കെ ചെയ്തത് പോറോത്തോം ബ്ലോക്ക് വെച്ചിട്ടാണ്. പിന്നെ അതെ,
അപ്പോൾ എന്താണ് ശരിക്കും ഓരോ സ്ഥലത്തിന് അനുയോജ്യമായിട്ട് ഉള്ളത്? എങ്ങനെയാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്? ഒന്നാമത്തെ ലഭ്യതയാണ് ഫസ്റ്റ്. നമുക്കിവിടെ ഒരിക്കലും ലാറ്ററൈറ്റ് സ്റ്റോൺ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കണ്ണൂർ ഏരിയയിൽ നിന്ന് കൊണ്ടുവരണം. അതല്ലാതെ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റിൽ മാറ്റം വരും. അപ്പോൾ ഇവിടെ ലഭ്യത ഫസ്റ്റ് ഏതാണ് നോക്കേണ്ടത്. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ലഭ്യത സിമെൻറ്റ് ബ്രിക്കാണ്. സിമെൻറ്റ് ബ്രിക്ക് നമുക്ക് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പോൾ അതായത് ഏരിയകളിൽ ഏതാ ലഭ്യത ഫസ്റ്റ്. അതല്ലെങ്കിൽ കൂടുതൽ ചില കസ്റ്റമേഴ്സിന് ഇപ്പോൾ ചൂട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് പുറത്തോൺ ബ്രിക്ക്, അതല്ലെങ്കിൽ എം ബ്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. ചിലർക്ക് ലാറ്ററൽ സ്റ്റോൺ വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഓരോ ഏരിയക്ക് അതിനനുസരിച്ചിട്ട് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ലഭ്യതയാണ്. ആ ഏരിയയിൽ കിട്ടാത്ത മെറ്റീരിയൽ ആണെങ്കിൽ അതിനനുസരിച്ച് അത്രയും കോസ്റ്റിൽ മാറ്റം വരും. നമുക്കിപ്പോൾ ആ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ അപ്പോൾ ഇത് എന്തുപയോഗിച്ചാലും ഒരു ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണോ? ഈ ക്രാക്കുകളൊക്കെ വരുന്നത് എങ്ങനെയാണ്? സാധാരണ പുതിയ വീടുകൾക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ക്രാക്കുകൾ വരുന്ന കാണാം പല സമയത്തും. അതെന്തുകൊണ്ടായിരിക്കും? ക്രാക്ക് നമുക്ക് പറയാമല്ലോ, ഒന്നല്ലേ ഇതിൻ്റെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന ചെറിയ ക്രാക്കുകളാണ് വരുന്നത്. അതിൽ നമുക്ക് മെഷ് കാര്യങ്ങൾ യൂസ് ചെയ്ത് ചെയ്യാൻ അത് മാത്രമാണ് വരുന്നതുള്ളൂ. അതല്ലാതെ അല്ലെങ്കിൽ പിന്നെ ബ്രിക്കിൽ വരുന്ന ലേബേഴ്സിൻ്റെ മിസ്റ്റേക്ക് കാര്യങ്ങൾ കൊണ്ടോ അതിൽ ജോയിൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കൊണ്ടാണ് ക്രാക്കുകൾ വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൽ വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആവും. ഓക്കെ. അപ്പോൾ ശരിക്കും ഒരു വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ വർക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഫൗണ്ടേഷനാണ് ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെ, അത് പ്രോപ്പർ ആയത് മാത്രമേ നമുക്ക് ഭാവി അങ്ങോട്ട് ഇത്ര കോസ്റ്റ് ടൈം ചിലവാക്കിയിട്ട് കാര്യമുള്ളൂ. ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അതിലോട്ട് ഫണ്ട് ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ഫൗണ്ടേഷൻ ആ സോയിൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പലരും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് സോയിൽ ടെസ്റ്റ്. ശരിയാണ്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിവിടെ ഈ വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂള് കണ്ടില്ലേ, ഈ പൂള് ചെയ്യാൻ നേരം ഞാൻ ആദ്യം ഒരു കോട്ടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പൂള് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്ന് വിചാരിച്ചത്. ലോഡ് കാര്യങ്ങൾ അതെ, സോയിൽ ടെസ്റ്റ് ചെയ്യുകയും സോയിൽ ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു വലിയ മെഷീനറി കൊണ്ടുവരുന്നത്. ഞാൻ വിചാരിച്ചത് അത് പൂളി ഡ്രിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ അല്ല, ഒരു വലിയ മെഷീനറി, നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. അത് ഏകദേശം ഒരു ദിവസത്തെ പണിയാണ്. അത് അവർ കുഴിച്ച് പല ലെയറിൽ സോയിൽ സംഭവങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് അതിന് റിസൾട്ട് കിട്ടാൻ ഏതാനും ദിവസങ്ങൾ കാത്തിരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞിട്ട് തീരുമാനിക്കും ഇതിന് സ്ട്രക്ചർ ഇടണോ കോളം ഇടണോ അങ്ങനെയുള്ള സംഭവങ്ങൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ പില്ലറിട്ട് അങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ആ സ്വിമ്മിംഗ് പൂൾ ചെയ്തത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ അത് ഇരുന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ വീടിന് 25 വർഷം പഴക്കമുണ്ട്. ഇപ്പോഴും ഇത് പണ്ട് പാടമായിരുന്ന സ്ഥലങ്ങളല്ലേ, ഈ എറണാകുളം മൊത്തം പാടമായിരുന്നല്ലോ പല സ്ഥലങ്ങളും. അപ്പോൾ ഇതൊക്കെ പണ്ട് പാടമായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളും താഴ്ന്നും ചരിഞ്ഞും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീട്ടിൽ റിനോവേഷൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അന്ന് ഈ വീട് 20 വർഷം മുമ്പ് എങ്ങനെ അവർ ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ശരിക്കും ആശ്ചര്യപ്പെട്ടിരിക്കുന്നത്. ഇൻക്ലൂഡിങ് അതിൻ്റെ മതിൽ പോലും ഈ പറഞ്ഞ പോലെ പില്ലറൊക്കെ അടിച്ച് താഴേക്ക് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ശരിക്കും അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്നെല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യം ഭാഗങ്ങൾ എവിടെയൊക്കെയാണ്? തീർച്ചയായും ഫൗണ്ടേഷൻ തന്നെയാണ്. ഫൗണ്ടേഷൻ തന്നെയാണോ? തീർച്ചയായും. കാരണം ആ ഒരു സോയിൽ ടെസ്റ്റിന് ഇപ്പോഴും ഒരു 20,000 അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ചിലവാക്കുക പല കസ്റ്റമറിനും മടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആ കാര്യമാണ്. കാരണം അത്രയും നമ്മളൊരു 50 ലക്ഷം മിനിമം ഒരു വീടിന് ഒരു 50 ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ അത് സ്ട്രോങ് അല്ലെങ്കിൽ അത് കാര്യമില്ല. അത്ര ഇൻറ്റീരിയർ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിന് ക്രാക്ക് കാര്യങ്ങൾ വരും. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ അതിന് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോയിൽ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് അതിൽ ഏതാണോ അഡാപ്റ്റ് ആയിട്ടുള്ള ഏത് ഫൗണ്ടേഷനാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. അത് ഇതിന് ശേഷം മാത്രമാണ് പിന്നീട് കറക്റ്റായിട്ടുള്ള പ്ലാന് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കൂടുതൽ കാണുന്നൊരു സംഭവം ഈ വാട്ടർ പ്രൂഫിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ 1-2 വീടുകളിലൊക്കെ ഞാൻ പോയപ്പോഴത്തേക്കിനും പുതിയ വീടുകളാണ്, കോടികൾ മുടക്കി പണിത. 1-2 വർഷത്തിനുള്ളിൽ പല സ്ഥലത്തും അകത്തും അവിടെ ഇവിടെയൊക്കെ ലീക്കും പിന്നെ ഈർപ്പം വന്ന് ഭിത്തിയൊക്കെ ഇതായി വരുന്ന സംഭവങ്ങളൊക്കെ, പേര് പറയുന്നില്ല, വലിയ വലിയ ആർക്കിടെക്റ്റുമാർ നിർമ്മിച്ച വീടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കും കോൺക്രീറ്റിൽ പറയുന്ന ഒരിക്കലും ഒരു സിമെൻറ്റ് ബ്രാൻഡും അവർ പറയുന്നില്ല സ്ട്രെങ്ത്ത് മാത്രമേ അവർ അഷ്യൂർ ചെയ്യുന്നുള്ളൂ. ഏതൊരു കമ്പനി അറിയണമെങ്കിലും അവർ ഒരിക്കലും വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ലീക്കേജ് വരില്ല എന്ന് പറയുന്നില്ല. അവർ കോൺക്രീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെങ്ത്താണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതാണ്. ഏത് വീടാണെങ്കിലും നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ.
എക്സ്റ്റീരിയറിൽ ഇപ്പോഴത്തെ എലിവേഷന്, കാരണം പഴയ എലിവേഷനല്ല, അപ്പോൾ കണ്ടംപററി മോഡലാണ് കൂടുതൽ എലിവേഷൻസ് വരുന്നത്. ആ എലിവേഷനിൽ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ മെയിൻ സ്ലാബ് പ്രൊജക്ഷൻ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് മഴ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളായിട്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് എക്സ്റ്റീരിയറിലും വാട്ടർ പ്രൂഫ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ മെയിൻ റൂഫ് കാര്യങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ശരിക്കും ഈ കണ്ടംപററി ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും പ്രാക്ടിക്കലി അനുയോജ്യമാണോ, പോസിബിൾ ആണോ? ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പോസിബിൾ അല്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷമാണെങ്കിലും ഏകദേശം നോർമലി മുൻ കാലഘട്ടങ്ങളത് പോലെയല്ല, ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നൊരു ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കണ്ടംപററി ആണെങ്കിൽ തന്നെ ഭിത്തി ഏറ്റവും കൂടുതൽ സൺഷെയ്ഡ് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. റൂഫാണെങ്കിൽ പ്രൊജക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യാം. അത് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ കോൺക്രീറ്റ് കാര്യങ്ങൾ സ്ലാബ് അങ്ങനെ ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും. കാരണം ഈ ഒരു ഒന്നല്ലെങ്കിൽ വെയിൽ, അതല്ലെങ്കിൽ ഇത്രയും മഴ കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ള ക്രാക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങൾ മാറാം, ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടംപററി വീടും നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളും കുറച്ച് കാലം കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഈ ഒരു നിർമ്മാണ മേഖലയിൽ, നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ അടുത്ത കാലങ്ങളായിട്ട് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് മാറ്റങ്ങൾ വരുന്നത് ഒന്നാമത് ഡിസൈൻ തന്നെയാണ്. ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നു. ഡിസൈനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആർക്കിടെക്ചറിൻ്റെ നല്ല ഡിസൈൻസ് കാര്യങ്ങൾ വന്നു. പഴയ ഒരു കാലം എന്ന് പറയുമ്പോൾ ആശാരിമാരായിരുന്നു പ്ലാൻ വരച്ചിരുന്നത്. ഇപ്പോൾ ഒക്കെ മാറി. ഇപ്പോൾ നല്ല നല്ല ഡിസൈൻസ് കാര്യങ്ങൾ, അതുപോലെ ഇൻറ്റീരിയറിൽ ചിലവാക്കുക എന്നുള്ളത് കുറേ മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതുപോലെ ഇൻറ്റീരിയറിൽ ഫണ്ട് ചിലവാക്കുന്നുണ്ട്. ഇപ്പം എറണാകുളം ഏരിയ ഓക്കെ, മലബാർ ഏരിയ, മലപ്പുറത്ത് അവിടെയൊക്കെ വീടുകൾ നോക്കിയാൽ എക്സ്റ്റീരിയർ ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഒരിക്കലും ഇൻറ്റീരിയർ നമുക്ക് നോക്കിയാൽ ഇൻറ്റീരിയറിൽ അത്ര ചിലവാക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഇൻറ്റീരിയറിലും അതുപോലെ ഫണ്ട് ചിലവാക്കും. അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിന് ആൾക്കാർ നല്ലപോലെ ഫണ്ട് ചിലവാക്കി തുടങ്ങി. തീർച്ചയായും അല്ലേ? അതെ. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പിംഗ് ഉള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്കിഷ്ടപ്പെട്ടത് ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് കണ്ണൂര്, പിന്നെ കാസർഗോഡ്, മലപ്പുറം ഭാഗത്തൊക്കെ നല്ല വലിയ വീടുകൾ, അതായത് വലിയ കൊട്ടാരം പോലത്തെ വീടുകൾ, അതിനനുസരിച്ച് ലാൻഡ്സ്കേപ്പ് അത് ഓക്കെ. പക്ഷെ സാധാരണ വീടുകൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെയാണ്. പാല, ഈരാറ്റുപേട്ട, പിന്നെ നമ്മുടെ തൊടുപുഴ, കോട്ടയം, ഈവൻ പത്തനംതിട്ട, ഈ ഭാഗങ്ങളിലൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്ത് രാത്രിയിലൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് പാല ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നല്ല മനോഹരമായിട്ടുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. ആ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും വലിയ പറമ്പായിരിക്കും. വലിയ പറമ്പിന്റെ നടുവിലൊരു വീട്, ഫ്രണ്ടിലൊക്കെ ലോൺ ചെയ്തിരിക്കുന്നു, ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള കുറേ വീടുകളുണ്ട്. കുഞ്ഞു വീടുകളായിരിക്കും. തീർച്ചയായും. പക്ഷേ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊട്ടാരം പോലത്തെ വീടുകൾ ഉണ്ട്. നല്ല രീതിയിൽ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിന് വേണ്ടി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീടിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മലയാളികളാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അല്ലേ? കാരണം ഒരു വീട് എന്നുള്ള ഒരു എല്ലാവരും ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ്. ആവശ്യത്തിലുപരി ഒരു എന്താ പറയാ, ഒരു മറ്റുള്ളൊരു ആഡംബരമായിട്ട് ആഡംബരമല്ല, ഷോ കാണിക്കാനായിട്ട് ഫണ്ട് ഉണ്ടല്ലോ. കൂടുതലും ലോൺ തന്നെയാണ് ബാങ്കിൽ, കംപ്ലീറ്റ് ഏകദേശം കംപ്ലീറ്റ് ബാങ്ക് ലോണാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കാന്നാണ് ഏറ്റവും നല്ലത്. കാരണം ഒരിക്കലും നമ്മളെ ഫണ്ടിനനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. മറ്റുള്ളൊരു അയൽവാസിയുടെ അടുത്തുള്ളൊരു വീട് കണ്ടിട്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് എത്രയാണ് ഇൻകം വരുന്നത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഈ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എല്ലാവരും നമ്മൾ വീട് ചെയ്യുന്നതും. ഈവൻ പൈസ ഉള്ളവരാണെങ്കിൽ പോലും അതിനെന്തെങ്കിലുമൊക്കെ ഹൗസിംഗ് ലോൺ എടുക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ EMI സംവിധാനത്തെ പറ്റി ഞാൻ കണ്ടത്. അത് ശരിക്കും എന്താണ്? ബേസിക്കലി ഒരു എനിക്കറിയില്ലായിരുന്നു, ഒരു ബാങ്കിനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അതങ്ങനല്ലേ? അങ്ങനെയല്ല. നമുക്ക് കിട്ടാനുള്ള നമ്മൾ ചെയ്ത വർക്കിൻ്റെ എമൗണ്ട് നമുക്ക് ഘട്ടങ്ങളായിട്ട് വാങ്ങാന്നുള്ളതാണ്. അതിന് ഒറിജിനലായിട്ട് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങുന്നില്ല. ആധാർ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വാങ്ങുന്നില്ല. നമുക്ക് അതിൻ്റെ എമൗണ്ടിൻ്റെ ചെക്ക് ലീഫ്, പ്രോമിസറി നോട്ട് കാര്യങ്ങൾ, അതുപോലെ നാച്ചിൻ്റെ ഓട്ടോ ഡെബിറ്റ് ഫോം കാര്യങ്ങളാണ് മാത്രം വാങ്ങുന്നത്. ആ കിട്ടുന്ന ഫണ്ടുകൾ ഘട്ടങ്ങളായിട്ട് വാങ്ങുന്നു. നമുക്ക് തരാനുള്ള ഫണ്ട് ഒറ്റയടിക്ക് വാങ്ങാതെ ഘട്ടങ്ങളായിട്ട് അവർക്കൊരു ടൈം കൊടുത്ത് വാങ്ങുന്നു.
അതായത് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ നമുക്ക് 50 മുതൽ 60% ഒരു സ്റ്റേജ് സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ പകുതി എമൗണ്ട് വീടിൻ്റെ ഘട്ടങ്ങളായിട്ട്, വീടിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളായിട്ട് പകുതി ഒരു 5-6 ഘട്ടങ്ങളായിട്ട് അടക്കുകയും ബാക്കി വരുന്ന പകുതി എമൗണ്ട് 50 മാസത്തെ EMI ആയിട്ട്, അതിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ 50 മാസം ഘട്ടങ്ങളായിട്ട്, ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ 50 മാസത്തെ EMI. ഈ 50 മാസത്തെ EMI ആയിട്ട് വാങ്ങാം, തിരിച്ചടക്കാം. അതെങ്ങനെയാണ് അതിന്റെ പരിപാടി? അതിന്റെ ലീഗൽ സൈഡൊക്കെ എങ്ങനെയാണ്? ലീഗൽ സൈഡ് എന്ന് പറഞ്ഞല്ലോ, ഒരിക്കലും അതിന് ഇൻട്രസ്റ്റ് വാങ്ങാത്തത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് കിട്ടാനുള്ള ഫണ്ട് അത് ഘട്ടങ്ങളായിട്ട് വാങ്ങുന്നു എന്നുള്ളത്. ഏകദേശം 3 വർഷത്തോളമായി ഏകദേശം നമുക്കൊരു 1000-ഓളം പ്രൊജക്റ്റ്, 1000 സംതിങ് പ്രൊജക്റ്റ് ഇപ്പോൾ തന്നെ ഈ ഒരു സ്കീമിൽ നമ്മൾ, ഈ ഒരു സ്കീമിൽ തീർച്ചയായും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ പ്ലാന്, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൊടുക്കണം. പിന്നെ നമ്മളുടെ സിവിൽ സ്കോർ നോക്കും, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ എനിക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലോൺ തരുള്ളൂ. കാശുള്ളവനല്ലേ ബാങ്ക് ലോൺ കൊടുക്കുള്ളൂ, കാശില്ലാത്തതിന് ലോൺ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബാങ്ക് നോക്കി അവർക്ക് പൈസ തിരിച്ച് കിട്ടും ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ലോൺ കൊടുക്കുന്നത്. അതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ, പ്രോപ്പർട്ടിയുടെ മുന്നാധാരം, അതിൻ്റെ പഴയ ആധാരം, അതിൻ്റെ മുന്നത്തെ ആധാരം, അങ്ങനെ എല്ലാ പരിപാടികളും വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളും ചെക്ക് ചെയ്യുമോ, നോക്കുമോ? ഇല്ല, നമുക്ക് അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ആ സ്ഥലം അവരുടെ പേരിലാവണം, അതിന് ജസ്റ്റ് നികുതി ചീട്ടിൻ്റെ കോപ്പി. പിന്നീട് വേണ്ടത് അവർക്ക് EMI എത്രയാണോ എമൗണ്ട് വരുന്നത് അവർക്ക് അടക്കാൻ കഴിയുന്നുള്ളത് കമ്പനി ജസ്റ്റ് ഒരു ചെക്ക് ചെയ്യും. അത് ജസ്റ്റ് കമ്പനി ആ ഏരിയയിലത്തെ സൂപ്പർവൈസറോ കാര്യങ്ങളോ നോക്കിയിട്ട് അവർക്ക് അടക്കാൻ കഴിയുന്നുള്ള കമ്പനിക്ക് ജസ്റ്റ് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. മെയിനായിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് വാങ്ങുന്നത്. പിന്നെ ചെക്ക് ലീഫ്, എമൗണ്ട് ചെയ്ത് ചെക്ക് ലീഫ് എത്രയാണോ ആ ഒരു ബാലൻസ് പകുതി എമൗണ്ട്, അതിൻ്റെ ഒരു ചെക്ക് ലീഫും ഓട്ടോ ഡെബിറ്റിൻ്റെ ഫോമും, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ സിബിൽ സ്കോർ ഇല്ലാത്ത ഒരാൾക്കും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ലോൺ കൊടുക്കുമോ? തീർച്ചയായും. ശരി, അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു. നമുക്കൊരു 75 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ഒരു വീട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാനായിട്ട് എഗ്രിമെൻ്റ് എഴുതുന്നു. ഞാനൊരു 10-30 ലക്ഷം രൂപ മുടക്കുന്നു, ബാക്കി ഞാൻ 50 മാസത്തെ EMI ആയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്, അപ്പോൾ നിങ്ങൾ വീട് പണിയെല്ലാം ചെയ്ത് തന്നു, ഞാൻ താമസമൊക്കെ തുടങ്ങി. എന്നിട്ട് ആദ്യത്തെ ഒരു 10 മാസം ഞാൻ പൈസ തന്നു, പിന്നെ ഞാൻ പൈസ വരുന്നില്ല, ഞാൻ ഉഴപ്പുക. നിങ്ങൾ എന്ത് ചെയ്യും? നോർമലി അങ്ങനത്തെ ഗുണ്ടകളെ വിടുവോ? ഇത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് മറ്റു ബാങ്കുകൾ പോലെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് നോർമലി ബാങ്കുകാർ ഗുണ്ടകളെ വിടുന്നുണ്ടോ? അല്ല, നോർമലി ചില ഫിനാൻസ് സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യുന്നില്ല. നമുക്ക് നോർമലി ചെയ്യാവുന്നത് ചില ചെക്ക് വെച്ച് ബൗൺസ് കാര്യങ്ങൾ ചെയ്ത്, നിങ്ങൾ വാങ്ങിച്ചു വെക്കും, അതെ, എന്നിട്ട് ആ ചെക്ക് ബൗൺസ് ചെയ്യിപ്പിക്കുക, സിവിൽ കേസായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. എത്ര വർഷം കിടക്കും? അതെ, അതിന് പോസിബിൾ. പക്ഷെ നമുക്ക് കൂടുതൽ കസ്റ്റമർ അങ്ങനെ വരാറില്ല. കാരണം വീട് എന്നുള്ള ഏതൊരു സ്വപ്നമാണ്, സാധാരണക്കാരാണ് നമ്മളെ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മിഡിൽ ക്ലാസ് ആണ്. ഒരു 1300 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വർക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങൾ പറഞ്ഞു വരുന്നത് മിഡിൽ ക്ലാസ് അങ്ങനെ പറ്റിക്കത്തില്ല, കാശുള്ളവരാണ്. ഒരിക്കലില്ല, അങ്ങനത്തെ ഒരാളുടെ ഒരു സ്വപ്നമാണ് വീട്. അത് അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ കണ്ടുവരാറില്ല. നമുക്ക് ഇപ്പം ഇത്രയും ഇതുണ്ടായിട്ട് പോലും അങ്ങനത്തെ ഒരു കസ്റ്റമർ വന്നിട്ടില്ല. പൈസയാണല്ലോ ഫൈനലി. പിന്നെ അവന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തിരിഞ്ഞു നോക്കാത്താണല്ലോ നമ്മുടെ മനുഷ്യന്റെ ഒരു പൊതുവേ ഉള്ളൊരു രീതി. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നുള്ളത്. എനിക്ക് ഇപ്പോഴും അതങ്ങോട്ട് കൺവിൻസ് ആയില്ല. കൂടുതൽ അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് നോർമലി ചില കേസുകളിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മരണ കേസോ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ 4-5 മാസം. മരണ കേസ് പറഞ്ഞപ്പോഴേ, ഇപ്പം എനിക്ക് ഹൗസിംഗ് ലോൺ ഉള്ളപ്പോഴത്തേക്കിനും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ സിക്കായാലോ എൻ്റെ ലോൺ ഇൻഷുർഡ് ആണ്. ആ പൈസ കമ്പനിക്ക് കിട്ടും, എനിക്ക് അങ്ങോട്ട് കിട്ടത്തില്ല. ആ എമൗണ്ടിനുള്ള തുക ഇൻഷുർഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? മരണപ്പെട്ട ഫാമിലി ഒന്നല്ലെങ്കിൽ ആ ഫാമിലി എന്തായാലും നമ്മൾ മലയാളികൾ അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടില്ല. അത് മക്കളല്ലെങ്കിൽ വൈഫ് കാര്യങ്ങൾ അടക്കാറുണ്ട്. പക്ഷെ ആ ഒരു 5-6 മാസം നമ്മളത് ക്യാപ്പ് കൊടുക്കാറുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് അവർ തിരിച്ചടക്കാറുണ്ട്. കാരണം അവർ വീടിനല്ലേ, അവർ താമസിക്കുന്നൊരു വീടല്ലേ. ഇൻഷുറൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ ബാങ്ക് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എന്നിരുന്നാലും അങ്ങനത്തെ മക്കൾ അത് ലോൺ തിരിച്ചടക്കാറുണ്ട്, അല്ലെങ്കിൽ വൈഫ് കാര്യങ്ങൾ അടക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? എനിക്കത് വളരെ പുതിയൊരു അറിവായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കട്ടെ. അത് ശരിക്കും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് തിങ്. കാരണം പല ആളുകൾക്കും ഈ സിബിൽ സ്കോറിൻ്റെ പ്രശ്നങ്ങളും മറ്റ് പല സംഭവങ്ങളും കാരണം
ലോൺ കിട്ടാത്തുണ്ട്. ലോൺ ലോൺ കിട്ടാത്ത ഗൾഫ് കൂടുതലും പ്രവാസികളുണ്ട്. അവർക്ക് ചിലപ്പോൾ അടക്കാൻ ഇതുണ്ടാവും, പക്ഷേ സിവിൽ സ്കോർ പലർക്കും സിവിൽ സ്കോർ ഉണ്ടാവില്ല. ഏറ്റവും വലിയൊരു ഇതാണ് അവർക്ക് സാലറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ സിവിൽ സ്കോർ ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൽ ചില ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കുറവുണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ EMI തിരിച്ചടയ്ക്കാനായിട്ട് നിങ്ങൾ ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ ഇടും. ഇനി ഓട്ടോ ഡെബിറ്റ് ബൗൺസ് ആയാൽ 5-6 മാസം വരെ നമ്മൾ നോർമലി നോക്കാറുണ്ട്. എന്നിട്ട് അത് നോർമലി സംസാരിച്ച് അവരെ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതാക്കും, ഹോസ്പിറ്റൽ കേസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റീസൺ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ചും കൂടി കാലാവധി നീട്ടി കൊടുക്കാറുണ്ട്. അതെല്ലാം മനഃപൂർവ്വമാണെങ്കിൽ നമുക്ക് സിവിൽ കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ. ഈ അപ്പം നിങ്ങളിങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? അതെ, ഇൻട്രസ്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങളൊരു ബാങ്കിങ് ഇൻട്രസ്റ്റ് നമ്മൾ വാങ്ങാം. അത് ഇൻട്രസ്റ്റ് വാങ്ങാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് വാങ്ങണമെങ്കിൽ അതൊരു ബാങ്കിങ് സ്ഥാപനമായിരിക്കും. നമുക്ക് കിട്ടാനുള്ള ഫണ്ട് നമ്മൾ ഘട്ടങ്ങളായിട്ട് വാങ്ങും. അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എഗ്രിമെന്റ് വെക്കും. അതെ, നമുക്ക് ഇത്ര ഘട്ടമായിട്ട് പൈസ തന്നുകൊള്ളാം എന്നുള്ള എഗ്രിമെന്റ് വെക്കും. അതാണ് നിങ്ങളുടെ ലീഗൽ ഡോക്യുമെന്റ്, ലീഗൽ നോട്ട് കാര്യങ്ങൾ. നിങ്ങളുടെ വക്കീലിന് വലിയ പണിയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആ ഒരു കാര്യത്തിൽ. അല്ല ഇത് തിരിച്ചു വാങ്ങിക്കാന്ന് പറയുന്ന വലിയൊരു ഒരു സംഭവമുള്ള കാര്യമാണല്ലോ അല്ലേ? അപ്പോൾ ഏകദേശം എത്ര ആളുകൾക്ക് നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഈ ഒരു സ്കീമിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും? നമുക്കിപ്പോൾ ഏകദേശം 1020ഓളം പ്രൊജക്റ്റ് ഇപ്പം നമുക്ക് ഈ ഒരു ഇതിലായിട്ടുണ്ട്. അതിലൊരു 400ഓളം പ്രൊജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയതും ബാക്കി ഒരു 600ഓളം പ്രൊജക്റ്റ് ഇപ്പോൾ റണ്ണിങ് ആയിട്ട് ഇപ്പോൾ കറൻലി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളുണ്ട്. നമുക്ക് ഈ ഏരിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ണൂർ മുതൽ എറണാകുളം വരെ ഉള്ള ഏരിയ ചെയ്യുന്നുള്ളൂ. അത് ആ ഏരിയയിൽ നമുക്ക് ഇത്രയും റണ്ണിങ് പ്രൊജക്റ്റ് തന്നെ ഉണ്ട്. എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഫണ്ട് ഈ റോൾ ചെയ്തായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ആളുകൾക്ക് ഇപ്പോൾ 10-600 സൈറ്റുകളുടെ വർക്ക് ഇപ്പോൾ നടക്കുന്നു, അതിനകത്ത് കുറേ EMI റിലേറ്റഡ് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പൈസ തരേണ്ട ആൾക്കാരുടെ പൈസ നിങ്ങൾ കൈ നിട്ടിട്ടാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പൈസ റോൾ ചെയ്യുന്നത്? ഇതിനകത്ത് ഫണ്ട് വേണമല്ലോ നടത്താൻ. ഇത്രയും ഇപ്പോൾ ഏകദേശം പറഞ്ഞല്ലോ 400ഓളം കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റില്ല. അതിൻ്റെ ഒരു EMI തന്നെ ഇതിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. കൂടാതെ നമുക്ക് ഇത്രയും 600 സംതിങ് സൈറ്റുകളുണ്ട്. അതും ഈ ഒരു കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ബൾക്കായിട്ടുള്ള പർച്ചേസ് കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ലൊരു കോസ്റ്റ് അവിടെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അതില്ലെങ്കിൽ ഷോപ്പുകൾക്ക് നമുക്ക് അതിനനുസരിച്ച് മെറ്റീരിയൽസ് ക്രെഡിറ്റ് കാര്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കറക്റ്റ് റോളിങ് കാര്യങ്ങൾ ചെയ്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. ശരി, ഏതായാലും ഒരു വ്യത്യസ്തമായൊരു കൺസെപ്റ്റാണ്. നിങ്ങളുടെ ഈ ഒരു രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വേറെ ഫേമുകളുണ്ടോ? വേറെ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം കറൻലി മാർക്കറ്റിൽ നമുക്കാണ് കൂടുതൽ വർക്ക് കാര്യങ്ങൾ വരുന്നത്. ഇഷ്ടംപോലെ വേറെയും വർക്കുകൾ ചെയ്യുന്നപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് വേറെയും കുറേ ബിൽഡേഴ്സ് ഉണ്ട്. ശരി, ഓക്കെ, അത് കൊള്ളാം കേട്ടോ. എന്തായാലും അത് ഭയങ്കര മറ്റുള്ളവരിന്ന് വ്യത്യസ്തമായില്ല. നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്താൽ ഒരിക്കലും നമുക്ക് കസ്റ്റമർ നമ്മളെ ചൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്കീം. മനസ്സിലായി. ഇപ്പം ഇനിയിപ്പം നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർക്കിൻ്റെ ഇപ്പം ഞാനൊരു പ്രവാസിയാണ്, ഞാൻ നിങ്ങളെ വർക്ക് ഏൽപ്പിച്ചു. എനിക്ക് എങ്ങനെ ഇതിൻ്റെ അപ്ഡേറ്റുകളും ഫോളോ അപ്സും പിന്നെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കൃത്യമായ രീതിയിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ എല്ലാ ദിവസവും വന്ന് നോക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായും സ്റ്റാർട്ടിങ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു നോർമൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ A to Z അതിനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ വരക്കുന്നതാണെങ്കിൽ അതിൻ്റെ സ്റ്റാഫ് കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ സൂപ്പർവൈസറാണെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ലെവലിലുള്ള സ്റ്റാഫ് കാര്യങ്ങളുണ്ടാവും. കൂടാതെ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഹോംസ് ഫോർ എന്ന് പറഞ്ഞിട്ട്. പ്ലേ സ്റ്റോറിലാണെങ്കിലും iOS കാര്യങ്ങൾ ലഭ്യമാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എത്ര ലേബേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡാറ്റാസ്, പർച്ചേസിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ, മെറ്റീരിയൽസ്, അതുപോലെ സ്റ്റേജ് വൈസ് ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ വേണ്ട എസ്റ്റിമേഷൻ, അതുപോലെ സ്റ്റേജ് വൈസ് ഡ്രോയിങ്സ് ഉൾപ്പെടെ കാര്യങ്ങൾ അതിലുണ്ടാവും. കൂടാതെ നമുക്ക് സൈറ്റിൽ ലൈവ് ക്യാമറ കാര്യങ്ങൾ ആക്സസ് കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും സൈറ്റിൻ്റെ ലൈവ് ക്യാമറ കാര്യങ്ങൾ വ്യൂ കിട്ടും. ആണല്ലേ? അങ്ങനെ അവർക്ക് കംപ്ലീറ്റ് മൊബൈൽ ആപ്പോ അങ്ങനെ എന്തെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ആപ്പ് വഴി അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ കഴിയും. സ്റ്റേജ് വൈസ് ഫോട്ടോസ്, വീഡിയോസ്, അതല്ലെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ്. ഓരോ സ്റ്റേജിൽ നമ്മൾ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡ്രോയിങ്സ് കസ്റ്റമർ ഓക്കെ ആയി മാത്രമേ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓരോ സ്റ്റേജിൻ്റെ ഡ്രോയിങ്സ് കസ്റ്റമറിന് കാണിച്ചു കൊടുത്താൽ കസ്റ്റമർ അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് കംപ്ലീറ്റ്. എറണാകുളം മുതൽ തൃശ്ശൂർ അല്ല കണ്ണൂർ വരെയാണ് നമ്മൾ സർവീസ് വരുന്നത്. അതിനപ്പുറത്തേക്കില്ല. ഇല്ല, സർവീസ് ബെറ്റർ ആക്കുക എന്നുള്ളത് ഫസ്റ്റ്. നമുക്ക് ഇത്ര ഏരിയ കിട്ടിയൊരു കാര്യമില്ല. കുറെ ലോങ്
കിട്ടിയിട്ട് നമുക്ക് സർവീസ് ബെറ്റർ ആക്കിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ നമുക്ക് ഒരു സിറ്റുവേഷൻ അറിയില്ല, എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളും ഒരു ബുദ്ധിമുട്ടാണ്, ലേബേഴ്സിന് നല്ല ഷോർട്ടേജ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 3-4 മാസമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഷോർട്ടേജ്. അപ്പോൾ നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ വരുന്ന ഈ 5 ഏരിയകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. കുറേ ഏരിയയിൽ വർക്ക് എടുക്കുക എന്നുള്ളതല്ല, കാരണം സർവീസ് മോശമായാൽ ഇതെല്ലാം പോയി. അപ്പോൾ നമുക്ക് സർവീസ് ഏറ്റവും ബെറ്റർ ആക്കുക. അപ്പോൾ നമുക്ക് നോട്ടം കിട്ടുന്ന ഏരിയകളിൽ മാത്രം വർക്ക് എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഏരിയ മാത്രമാണ്, ആ ഏരിയ അത്യാവശ്യം വർക്ക് ഉണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല മാത്രം നമുക്ക് ഏകദേശം 10-200ഓളം റണ്ണിങ് പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മലപ്പുറത്താണ്. മലപ്പുറത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വർക്ക് നടക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റും അല്ല എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള റേഞ്ചിലാണ്? 1300 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 വരെയുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ഒരു എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഓർ ലോവർ മിഡിൽ ക്ലാസ് ആ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ? ഒരു മിഡിൽ ക്ലാസ് ഏകദേശം 1300 സ്ക്വയർ ഫീറ്റ് മുതൽ ആ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്തായാലും വളരെ വ്യത്യസ്തമായ കുറച്ച് ആശയങ്ങളാണ്. അത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു പുതുമയായിരുന്നു. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചായിരുന്നു ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ്. അന്ന് പോലെ ഞാനിങ്ങനെ ഇതെങ്ങനെ ഇവർ ഈ പരിപാടി ചെയ്യുന്നത്, ഈ പൈസ എൻ്റെ ഇപ്പോഴത്തെ ഒരു സംശയം, പൈസ തിരിച്ചിട്ടില്ല, ഇതെങ്ങനെ വാങ്ങിക്കും എന്നുള്ളതായിരുന്നു. അത് എന്തായാലും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. കാരണം ഓരോ പുതിയ പുതിയ വ്യത്യസ്തമായ ആശയങ്ങളാണല്ലോ ഓരോ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അവിടെ ഒരു പിടിച്ചു നിൽക്കുന്ന ഒരു രീതിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? കൊമേഴ്ഷ്യൽ ഇല്ല, നമ്മൾ റെസിഡൻഷ്യൽ മാത്രമാണ് ചെയ്യുന്നത്. ഇന്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇന്റീരിയറും ചെയ്യുന്നില്ല, സിവിൽ വർക്ക് ഫൗണ്ടേഷൻ മുതലുള്ള പെയിന്റിങ് വരെയുള്ള ഇന്റീരിയർ ഒഴികെയുള്ള ബാക്കി എല്ലാ വർക്കും ബേസിക് വർക്കുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ആർഭാടങ്ങൾ പരിപാടികളൊക്കെ നിങ്ങൾ വേറെ ചെയ്തോളം. ബേസിക് വർക്കും സിവിൽ വർക്കാണ് നമ്മൾ കൂടുതലായി സിവിൽ വർക്ക് മൊത്തം സിവിൽ വർക്കാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ശരിക്കും സമ്മതിക്കണം. കാരണം ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എൻ്റെ ഈ വീടിൻ്റെ മെയിൻ്റനൻസിൻ്റെ വർക്കായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്കറിയാം ഈ പണിക്കാരെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്തൊരു പരിപാടി ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ചെറിയ പണിയല്ല, നല്ലൊരു പണിയാണ്. ടൈലിന് ആൾക്കാർ വന്ന് പകുതി ടൈൽ ഒട്ടിച്ചിട്ടിട്ട് പോകും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ അവരെ കാണുള്ളൂ. എത്ര ആർക്കിടെക്ട് ഉണ്ടെങ്കിലും എത്ര ശമ്പളം ഉണ്ടെങ്കിലും തന്നെയാണ് നമ്മുടെ ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കും കുറേ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പറയുന്ന ചില ടൈം ഒരു 10 മാസം അല്ലെങ്കിൽ 8 മാസം നമ്മൾ നോർമലി പറയാം. ചില വർക്കുകൾ നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ 1-2 മാസം മാറാറുണ്ട്. എല്ലാ വർക്കും നമുക്ക് ഒരേ ടൈമിൽ ചെയ്യാൻ നമുക്കും പോസിബിൾ അല്ല. കാരണം നമ്മളും ഇതുപോലെ നാട്ടിലത്തെ ലേബേഴ്സിനാണ് വർക്ക് കൊടുക്കാറ്. നമുക്ക് വർക്ക് തന്നു വെച്ചിട്ട് ആ നാട്ടിലത്തെ പണിക്കാർക്ക് ഒരിക്കലും പണിയില്ലാതാവരുത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് ആ നാട്ടിലത്തെ ലേബേഴ്സിൽ തന്നെ വർക്ക് കൊടുക്കുക, കറക്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, അത് അങ്ങനെ നടക്കുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെയാണെന്നുണ്ടെങ്കിലും മിക്കവരും ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്തത്. കാരണം വേറെ വഴിയില്ല, അങ്ങനെ പറ്റുള്ളൂ. ചിലപ്പോൾ നാളെ വന്നിന്ന് വരില്ല. അതെ, ഇല്ല പിന്നെ മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരായിരിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ 10-20-25 വർഷമായിട്ട് കേരളത്തിൽ വന്ന് ജീവിക്കുന്ന ആൾക്കാര്, സ്കിൽഡ് ആയിട്ടുള്ള അന്യസംസ്ഥാന മലയാളം നമ്മളെക്കാട്ടി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പല വർക്കുകളും ചെയ്തു. എനിക്ക് WPC ഇടാൻ വന്നൊരു ചേട്ടൻ 20-25 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. പുള്ളിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, പിള്ളേർ ഇവിടെ കാക്കനാട് സ്കൂളിൽ പഠിക്കുന്നു. നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവരും ഉണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം അവരെ വിശ്വസിക്കാൻ, ചിലപ്പോൾ എല്ലാവരും നമുക്ക് ഇത്രയും സൈറ്റ് ഉണ്ടാകുന്നത് എല്ലാം നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇതുപോലെ ഒരു ഇഷ്യൂ വന്നാൽ അവർ ഇട്ടേച്ച് പോയത് നമുക്ക് പറയാനില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിന് വരുന്ന ഓൾമോസ്റ്റ് ഒരു 80%-90% ആൾക്കാരും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അത് ലാൻഡ്സ്കേപ്പിംഗ് മേഖലയിൽ. പിന്നെ ഏതാണ്, എനിക്ക് തോന്നുന്നു ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ആൾക്കാർ വരുന്നുള്ളൂ. പ്ലാസ്റ്ററിങ് മുതൽ പ്ലാസ്റ്ററിങ് ആയിക്കോട്ടെ, സെൻട്രിങ്ങിലും ഏറ്റവും കൂടുതൽ. ഞാൻ ഈ ഫർണിച്ചറൊക്കെ എടുത്തത് നെല്ലിക്കുഴിയിൽ നിന്നാണേ. അപ്പോൾ നെല്ലിക്കുഴിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 80% ആൾക്കാരും ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമ്മുടെ ആൾക്കാരുണ്ട്, വളരെ കുറവാണ്. കാരണം എന്താ പറയാ, നമ്മുടെ ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യും, അവരുടെ വിദേശം എന്ന് പറയുന്നത് കേരളമാണല്ലോ. അവരില്ലാതൊന്നും നടക്കില്ല. അവരില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് സത്യം പറഞ്ഞു. കഴിഞ്ഞ 2-3 മാസം ഇങ്ങനെ കേരളം സ്തംഭിക്കുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എല്ലാവരും കൂടി ഒരേ ടൈമിൽ പോകുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് അവർക്ക് മനസ്സിലായി, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ പണിയത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്കും ആയി. തീർച്ചയായും ഇല്ലേ? തീർച്ചയായും. ശരിക്കും അവരില്ലാതെ ഇച്ചിരി പാടാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയുടെ ഒരു വസ്തുത. ഹോട്ടലും കൺസ്ട്രക്ഷൻ മേഖല, അതെ, ഈ 2 മേഖലയാണ് ഏറ്റവും കൂടുതൽ
എന്തിന് ലുലു മാളിൽ പോലും പല എനിക്ക് തോന്നുന്നു പാർക്കിങ്ങിലൊക്കെ ഇരിക്കുന്ന സ്റ്റാഫൊക്കെ അല്ല പല ആൾക്കാർ പാർക്കിംഗ് മാത്രമല്ല അവിടെ പല ആൾക്കാർ എനിക്ക് തോന്നുന്നു പല മേഖലയിൽ ഇൻക്ലൂഡിങ് അകത്ത് ഹൗസ് കീപ്പിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മിക്ക ആൾക്കാരും ഇവര് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ തൊഴിലാളികളെയും കൂടെ ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ ഈ ഒരു മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തായാലും വിഷിങ് യു ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയം ആയിട്ട് ബിസിനസ് ചെയ്യുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ.